ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന 2 ഇഫ്താർ ഡ്രിങ്കുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ചൂടിനും ഒരു ആശ്വാസം, ഒപ്പം നിങ്ങളുടെ നോമ്പ് മുറിക്കാനും ഇത് ബെസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. കാണുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറന്നു പോരുതേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ ബദാം കൊണ്ടുള്ളൊരു ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഒരു 1/4 കപ്പ് ബദാം ഞാൻ നേരത്തെ ഒരു 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇടുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പിസ്തായും ഇട്ടിട്ടുണ്ട്. ഇത് മസ്റ്റല്ല, പിസ്തായും ബദാമും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാഷ്യൂനട്ട് യൂസ് ചെയ്യാം കേട്ടോ. അതിന് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് പേസ്റ്റായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു പാന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് 2 കപ്പ് പാല് നന്നായിട്ട് അളന്നെടുക്കുകയാണ്. ഫുൾ ഫാറ്റ് മിൽക്കാണ്. ഞാൻ 250 ml കപ്പിലാണ് എടുത്തത്. ഇനി അതിൽ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് അല്ലെങ്കിൽ 1/4 കപ്പ് വെള്ളം നമുക്ക് എടുക്കാം. അത് നന്നായിട്ടത് തിളച്ച് വരട്ടെ. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ആവശ്യത്തിന് പഞ്ചസാര കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പഞ്ചസാരയൊക്കെ നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം. അതുവരേക്കും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ അരച്ച് വെച്ചിരുന്ന കാഷ്യൂനട്ട് അല്ലെങ്കിൽ നമ്മുടെ ബദാം, ഞാൻ ബദാമാണല്ലോ ചേർത്തത്, അത് നമുക്ക് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ബദാം ഇല്ലെന്ന് വെച്ച് ഇത് ചെയ്യാതിരിക്കല്ലേ, കാഷ്യൂനട്ടും ചെയ്യാം കേട്ടോ. ഇനി ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതിൻ്റെ ആ മഞ്ഞൾപ്പൊടിയുടെ സ്മെല്ലൊന്നും ഇതിന് കിട്ടില്ല കേട്ടോ. ഞാനൊരു 1/2 ടീസ്പൂണോളം വാനില എസൻസ്, 1/2 ടീസ്പൂൺ അല്ല, ഏകദേശം 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്ത്, ഇതില്ലെങ്കിൽ ഏലക്കാപ്പൊടി ആയാലും മതി. വാനില എസൻസ് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാൻ ചെറിയ 2 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ നമുക്ക് 1 പീസായാലും മതി. ഈ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഞാൻ 2 എടുത്തത്. 2 എടുത്തെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് ഞാനത് പാലൊന്ന് കൂളാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ആ പാല് ഒന്ന് അരിച്ച് മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൂളാക്കാനായിട്ട് ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂർ വയ്ക്കുക. അപ്പോഴേക്കും നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതൊരു ഡ്രിങ്ക്. ഇനി വേറൊരെണ്ണം കൂടെ ഉണ്ടേ, അതുകൂടെ പറഞ്ഞുതരാം. അതിന് നമുക്കിപ്പം സുലഭമായി കിട്ടുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പോൾ തണ്ണിമത്തനാണ്. തണ്ണിമത്തന് നമുക്കൊരു നല്ലൊരു ജ്യൂസാക്കാം. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ അതൊരു കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു വലിയ കപ്പ് നിറച്ചാണ് എടുത്തത്. ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി വേറെ ഒന്നുമില്ല, നമുക്കിതിൽ ചേർക്കാവുന്ന കുറച്ച് റിഫ്രഷിംഗ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിനയില, ഒരു 1/2 ടീസ്പൂൺ പുതിനയില ചേർക്കുന്നു. പിന്നെ ഒരു 3 ഏലക്ക. അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സിയിലെ ജാറിലിട്ട് അടിച്ചെടുക്കാം. വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഒന്ന് അരിപ്പയിൽ അരിച്ചെടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോമ്പ് മുറിക്കാൻ സമയത്ത് കുടിക്കാവുന്ന റിഫ്രഷിംഗ് ഡ്രിങ്കാണ്. നമ്മുടെ ക്ഷീണം എല്ലാം പമ്പ കിടക്കും. അപ്പം വളരെ ടേസ്റ്റിയാണ്. ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അഭിപ്രായമൊക്കെ പറയാൻ മറന്നു പോരുത്. അപ്പോൾ ഈ 2 ഡ്രിങ്കും വളരെ സിമ്പിളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാവുന്ന ഒരു സംഭവം തന്നെയാണിത്. വീട്ടിലെല്ലാം സുലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാനും മറന്നു പോരുത്. ഇതുപോലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ കാണുക. അതുപോലെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും പുതിയ വിഭവങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ളതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സജഷൻ ബോക്സിൽ പറയാം. ഞാൻ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പം വീണ്ടും നല്ലൊരു എപ്പിസോഡുമായി കാണുമ്പോഴേക്കും എല്ലാവർക്കും ഹാപ്പി വിഷു, അതുപോലെ തന്നെ ഹാപ്പി ഈസ്റ്റർ. താങ്ക്